മണപ്പുറം ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 20 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യ മോഹന്റെ നടപടിയിൽ പലവിധ സംശയങ്ങളുണ്ട്. എന്തുകൊണ്ട് കമ്പനി ഓഡിറ്റിൽ ഇത് കണ്ടെത്തിയില്ല എന്നത് അടക്കമുള്ള സംശയങ്ങൾ. അതിനിടെ 5 വർഷത്തിനിടെ 20 കോടിയോളം രൂപ തട്ടിയെടുത്ത ധന്യയുടെ കള്ളക്കളി പുറത്തായത് കഴിഞ്ഞയാഴ്ച ലോകം നേരിട്ട മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ടേജിലൂടെയാണെന്ന പുതിയ തിയറിയും സജീവ ചർച്ചയാവുകയാണ്. സോഫ്റ്റ്വെയർ ബാക്കെൻഡിലൂടെ കൃത്യമായ സമയങ്ങളിൽ തട്ടിപ്പ് മറയ്ക്കാനുള്ള നീക്കങ്ങൾക്ക് തടസ്സമായത് ലോകമൊട്ടാകെ നേരിട്ട മൈക്രോസോഫ്റ്റ് ഗ്ലോബൽ ഔട്ടേജിലൂടെ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനം നിലച്ചതോടെയാണ്. ഈ സാഹചര്യത്തിൽ ധന്യയ്ക്ക് തന്റെ തട്ടിപ്പ് മറയ്ക്കാൻ ആവശ്യമായ നീക്കം നടത്താനായില്ല. ഈ തിയറിയിലൂടെ സ്ഥാപനത്തിന് തട്ടിപ്പിൽ പങ്കില്ലെന്ന വാദമാണ് സജീവമാകുന്നത്. ധന്യ മോഹൻ സ്ഥാപനത്തിന്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ ആപ്പിന്റെ നിർമ്മാണത്തിൽ നിർണായക പങ്കാളിയായിരുന്നു. ഈ അറിവ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് എന്നാണ് സൂചന. ബിടെക് പഠനത്തിന് ശേഷം സ്വന്തമായ ഒരു മൊബൈൽ ആപ്പ് നിർമ്മിച്ച ധന്യയ്ക്ക് സാങ്കേതികമായി മികച്ച അറിവാണ് ഉണ്ടായിരുന്നത്. കോഡിങ്ങിലെ മികവാണ് തട്ടിപ്പിനായി ഉപയോഗിച്ചത്. ആപ്പിന്റെ ബാക്ക് എൻഡ് നന്നായി അറിയാവുന്ന പ്രതി സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്റെ പേരിലുള്ള 5 ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പിതാവിന്റെയും സഹോദരന്റെയും അക്കൗണ്ടുകളിലേക്കുമാണ് പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ഡിജിറ്റൽ പേഴ്സണൽ ലോണിന്റെ പലിശ ഇനത്തിൽ വകമാറ്റിയായിരുന്നു ഇതെല്ലാം. അക്കൗണ്ടിൽ കണക്കുകൾ ടാലിയാകാതെ വന്നത് സ്ഥാപനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കാൻ സ്ഥാപനം ഏൽപ്പിച്ചതും ധന്യയെ തന്നെയായിരുന്നു. തട്ടിപ്പ് പിടിക്കപ്പെടുമെന്നായതോടെ ധന്യ ഒളിവിൽ പോവുകയും ചെയ്തു. ധന്യയുടെ അസാധാരണ നടപടിയിൽ കമ്പനിക്ക് സംശയം തോന്നി. ധന്യയുടെ ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് വ്യക്തമായത്. ധന്യ മോഹനെ കൊടുങ്ങല്ലൂർ കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ധന്യയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 8 അക്കൗണ്ടുകളിൽ 8,000 സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. മണപ്പുറം ഫിനാൻസിന് കീഴിലെ കോംടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിൽ കഴിഞ്ഞ 18 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു കൊല്ലം സ്വദേശിയായ ധന്യ മോഹൻ. 2019 മുതൽ നടത്തിവന്ന തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തുവന്നത്. അന്വേഷണത്തിന് ഇഡിയും എത്താൻ സാധ്യതയേറെയാണ്. കമ്പനിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ ധന്യ വെള്ളിയാഴ്ച രാത്രി കൊല്ലത്ത് ഈസ്റ്റ് പോലീസിന് മുന്നിൽ ഹാജരായി കീഴടങ്ങുകയായിരുന്നു. പിന്നീട് തൃശൂരിൽ എത്തിച്ച പ്രതിയെ വലപ്പാട് സ്റ്റേഷനിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്തത്. ആപ്പിന്റെ ബാക്ക് എൻഡ് നന്നായി അറിയാവുന്ന പ്രതി സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്റെ പേരിലുള്ള 5 ബാങ്ക് അക്കൗണ്ടുകളിലേക്കും പിതാവിന്റെയും സഹോദരന്റെയും അക്കൗണ്ടുകളിലേക്കുമാണ് പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. ഡിജിറ്റൽ പേഴ്സണൽ ലോണിന്റെ പലിശ ഇനത്തിൽ വകമാറ്റിയായിരുന്നു ഇതെല്ലാം. പ്രതി ധന്യ തട്ടിയെടുത്ത പണം ആഡംബര ജീവിതത്തിനും വസ്തുവകകൾ വാങ്ങുന്നതിനുമാണ് ഉപയോഗിച്ചത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. റമ്മി കളിയിലും ഇവർ പണം ചെലവഴിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ധന്യയുടെ അസാധാരണ നടപടിയിൽ കമ്പനിക്ക് സംശയം തോന്നി. ധന്യയുടെ ഇടപാടുകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് വ്യക്തമായത്. ധന്യ മോഹനെ കൊടുങ്ങല്ലൂർ കോടതി 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്.